അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അല്ല, ഞാനും നിങ്ങളെ പോലെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഈ പിരിഞ്ഞ് ഇപ്പൊ ഡിവോഴ്സ് ആയ ആൾക്കാരോ അല്ലെങ്കിൽ വേർപിരിഞ്ഞ ആൾക്കാരെന്ന് വിചാരിക്കുന്ന ആൾക്കാരോ പരസ്പരം കോണ്ടാക്ട് ഉള്ള മനുഷ്യരായിരിക്കാം. അത് നമ്മൾ ഈ ഹെയ്റ്റ് വെച്ച് ഗ്രഡ്ജ് വെച്ച് അവർ നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരൊന്നുമല്ല. പ്രത്യേകിച്ച് ഇപ്പൊ ദിലീപ് ആയിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, ഇവർ തമ്മിൽ നല്ല സോഫ്റ്റ് മനസ്സുള്ള മനുഷ്യരാണ്. ഇപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോണ്ടാക്ട് ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. ഇത് ആദ്യ സംഭവം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് അവർ പല വേദികളിൽ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം, കോണ്ടാക്ട് ഉണ്ടായിരിക്കാം. പക്ഷെ കണ്ടപ്പോ ഒരു സൗന്ദര്യം തോന്നി, ഭംഗി തോന്നി. മനുഷ്യരല്ലേ, മിണ്ടാതെ തന്നെ വേണ്ട. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ദേഷ്യം ഉള്ള ആൾക്കാരൊക്കെ നമുക്ക് പണ്ടുണ്ടായിരിക്കാം. പക്ഷെ ഒരു വേദി വെച്ച് കാണുമ്പോൾ നമ്മൾ ആ ഗ്രഡ്ജ് കാണിക്കില്ല. മനുഷ്യർക്ക് അങ്ങനെ ഒരു നല്ല മനസ്സുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി കണ്ടു. പക്ഷെ നല്ല പ്രോപ്പർ ആയിട്ട് ക്ലാരിറ്റി ഉള്ള ഒരു വീഡിയോ ആയിരുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രം തോന്നിയുള്ളൂ. അശ്റഫു ബഷറായി ഉദിത്തവരെ, അറിവിന്റെ നിറക്കതിരായവരെ, അഖിലത്തിൽ സമാധാനം നിറച്ചവരെ, അല്ലാന്റെ പിരിശപ്പു നബിയുള്ള, മദിമത്ത കനനുള്ള നൂറുള്ള, പെരിയോന്റെ ആറ്റൽ ഹബീബുള്ള, മശരിക്ക് മഗ്രിബിനൊളിയായി മന്നാനയച്ച റസൂലുള്ള. താങ്ക് യു. വളരെ ഫേമസ് ആണ്.